ട്രെൻഡിങ് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നായ മലമ്പുഴയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ ഒരു അവധിക്കാലത്ത് മലമ്പുഴയിൽ വരുന്നവർക്ക് വൺ ഡേ ട്രിപ്പായി എൻജോയ് ചെയ്യാവുന്ന റോപ്പ് വേ റൈഡും കേരളത്തിലെ ഏറ്റവും വലിയ മണ്ണ് ഡാമായ മലമ്പുഴ ഡാമിന്റെ കാഴ്ചകളും ഇതിനോട് തൊട്ടടുത്തുള്ള മനോഹരമായ ഫിഷ് അക്വേറിയവും കൗതുകം നിറഞ്ഞ സ്നേക്ക് പാർക്കും വെറൈറ്റി സ്റ്റോൺ ആർക്ക് വർക്കുകളുടെ കലവറയായ റോക്ക് ഗാർഡനും കണ്ടുവരുന്ന മലമ്പുഴ വൺ ഡേ ട്രിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. പാലക്കാട് സ്റ്റാൻഡിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള മലമ്പുഴയിലെ വൺ ഡേ ട്രിപ്പിന്റെ ആദ്യ ഡെസ്റ്റിനേഷനായി റോപ്പ് വേയിലേക്കാണ് നമ്മൾ പോകുന്നത്. മലമ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും ലെഫ്റ്റിലേക്ക് 200 മീറ്റർ നടന്നാൽ ഈ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്താം. രാവിലെ 10 മണി മുതലാണ് റോപ്പ് വേ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 71 രൂപയാണ് പെർ ഹെഡ് ടിക്കറ്റ് പ്രൈസായി വരുന്നത്. പിന്നൊരു കാര്യം, ഗർഭിണികളും അപസ്മാരം, ഹൃദ്രോഗം എന്നീ ബുദ്ധിമുട്ടുള്ളവർ റോപ്പ് വേ റൈഡ് ചെയ്യരുതെന്നൊരു ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ നീണ്ട ക്യൂ ഒക്കെ കഴിഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ റോപ്പ് കാറിലേക്ക് കയറുകയാണ്. 2 പേരെ വീതം ഇരുത്തിയാണ് ഓരോ കാറും പോകുന്നത്. റോപ്പ് വേ നോൺ സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ സെക്യൂരിറ്റികൾ നമ്മളെ കെയർഫുള്ളായി കയറ്റിയിരുത്താൻ സഹായിക്കും. സംഭവം പേടിക്കാനൊന്നുമില്ല കേട്ടോ, നല്ല കൂളാണ്. നമ്മൾ പോയ സമയത്ത് മലമ്പുഴ ഗാർഡൻ റിനോവേഷന്റെ ഭാഗമായിട്ട് ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മലമ്പുഴ അണക്കെട്ടിന്റെയും ഉദ്യാനത്തിന്റെയും ഒക്കെ ഭംഗി ആസ്വദിക്കാൻ റോപ്പ് വേ മാത്രമേ വഴിയുള്ളൂ. 1252 മീറ്റർ നീളമുള്ള ഈ റോപ്പ് വേയിൽ 20 മിനിറ്റാണ് റൈഡിനായി നമുക്ക് ടൈം കിട്ടുന്നത്. അതിനായി 64 റോപ്പ് കാറുകളാണ് ഇവിടെ സർവീസ് ചെയ്യുന്നത്. ചെറിയൊരു ഇളക്കം പോലും ഇല്ലാതെ ഒരു ഡ്രോണിനെ പോലെ നമ്മൾ മലമ്പുഴ ഗാർഡൻ ഫുള്ള് കവർ ചെയ്തു വരും ഈ റൈഡിൽ. ഈ കാണുന്ന മലമ്പുഴ ഡാമിന്റെ ഉദ്യാനവും തൂക്കുപാലവും ഒക്കെ ഒന്ന് നടന്നു കാണേണ്ടത് തന്നെയാണ്. റിനോവേഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒട്ടും മിസ് ചെയ്യരുത്. ദാ അവിടെ കണ്ടോ, അതാണ് മലമ്പുഴ ഡാം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടി വരുന്ന കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച 30 അടി ഉയരമുള്ള മലമ്പുഴ യക്ഷിയുടെ രൂപം. ഇപ്പോൾ നമ്മൾ റോപ്പ് വേയിലെ വൺ സൈഡ് സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ നിന്നൊന്ന് സ്ലോ ആയിട്ട് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വന്ന അതേ സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുന്നു. 60 അടി ഉയരത്തിലൂടെയാണ് നമ്മൾ ഈ റോപ്പ് വേ റൈഡ് ചെയ്യുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾ പോലും ഒരുപാട് ആസ്വദിച്ചു പോകുന്നത് കാണാം. ഹൈറ്റ് എനിക്ക് ഇത്തിരി കൂടുതൽ പേടിയുള്ള ആളാണ്. എനിക്ക് പോലും ഈ റൈഡ് ഈസി ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഡാമിന്റെ ഷട്ടർ ഭാഗത്തേക്ക് എത്തി. ഡാമിന് ഫേസ് ടു ഫേസ് ആയി നിൽക്കുന്ന ഈ ഒരു കാഴ്ച അടിപൊളിയാണ് കേട്ടോ. ഗാർഡന് മുകളിലൂടെ പോകുമ്പോൾ പണി നടക്കുവാണെങ്കിലും പല ഏരിയയുടെയും ഭംഗി എടുത്തു കാണിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ആമ്പൽക്കുളവും പൂന്തോട്ടവും, അങ്ങനെ ഓരോന്നിനും ഓരോ ഭംഗി. അങ്ങനെ 20 മിനിറ്റിന്റെ റൈഡിന് ശേഷം മലമ്പുഴ ഡാമിന്റെയും ഗാർഡന്റെയും ഒക്കെ ആകാശ കാഴ്ച ആസ്വദിച്ച് നമ്മൾ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തി. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് മലമ്പുഴ ഡാമിന്റെ ടോപ്പിലേക്കാണ്. ഇവിടെയും നമുക്ക് ടിക്കറ്റ് എടുക്കണം. അഡൽറ്റിന് 30 രൂപയാണ്. ടിക്കറ്റ് കൗണ്ടറിന് അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഡാമിന്റെയും ഗാർഡന്റെയും മറ്റൊരു കിടിലൻ കാഴ്ച കാണാം. ഈ ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ ഒരു വാന നിരീക്ഷണ കേന്ദ്രം കാണാം. പ്രപഞ്ചത്തിന്റെയും നക്ഷത്രങ്ങളെയും കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ ഷോകൾ ഇവിടെ നടക്കാറുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്നതാണിത്. ഇതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഗാർഡനും റിസർവോയറിനെ ബാക്ക്ഗ്രൗണ്ടിലാക്കി ഒരു ഫോട്ടോ പോയിന്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാൽ തന്നെ റിസർവോയറിന്റെ മുഴുവൻ ഭംഗിയും കാണാനാവും. ഇവിടെ നിന്ന് നമ്മൾ ഡാമിന് മുകളിലേക്ക് നടക്കുകയാണ്. നടക്കുന്ന വഴിയിൽ 2 റെയിൽ ട്രാക്കുകൾ കാണാം. ഡാമിന്റെ ഷട്ടറുകളിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യാനോ അതല്ലെങ്കിൽ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തുന്നതിനും താഴ്ത്തുന്നതിനും ഉപയോഗിക്കുന്ന ഭീമൻ ക്രെയിനുകൾ കൊണ്ടുവരുന്ന ഗാൻട്രി റെയിലാണിത്. ഈ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 225 മീറ്റർ നീളവും പരമാവധി ജലനിരപ്പ് 115 മീറ്ററുമാണ്. മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 226.06 മില്ലി ക്യൂബിക് മീറ്റർ ആണ്. ഈ മലമ്പുഴ ഡാം ഒരു കോമ്പോസിറ്റ് ഡാം ആണ്. അതായത് ഇതിന്റെ ഒരു ഭാഗം കരിങ്കല്ലും കോൺക്രീറ്റ് കൊണ്ടും മറുഭാഗം മണ്ണുകൊണ്ടുമാണ് നിർമ്മിച്ചേക്കുന്നത്. ഈ ഡാമിന് മുകളിൽ നിന്ന് നോക്കിയാൽ അടിപൊളി പാലക്കാടിന്റെ ലാൻഡ്സ്കേപ്പ് വിഷ്വൽസ് കാണാം. അതുകൊണ്ടൊക്കെ തന്നെ കേരളത്തിന്റെ വൃന്ദാവനം എന്നാണ് ഈ ഉദ്യാനം അറിയപ്പെടുന്നത്. ഇവിടെ വരെയാണ് സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ. ഇവിടെയും സന്ദർശകർക്കായി ഒരു ബാൽക്കണി പോലെ സജ്ജീകരിച്ചിരിക്കുന്നത് കാണാം. ഡാമിന് മുകളിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഇവിടുത്തെ തന്നെ ഫിഷ് അക്വേറിയം കാണാനാണ്. ഇതാണ് അക്വേറിയത്തിന്റെ എൻട്രൻസ്. രാവിലെ 11 മുതൽ വൈകിട്ട് 8 മണി വരെയാണ് പ്രവേശന സമയം. 30 രൂപയാണ് എൻട്രി ഫീ. ഈ കാണുന്ന മീനിന്റെ ഷേപ്പോട് കൂടിയിട്ടുള്ള അക്വേറിയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. നമ്മൾ ചെന്ന ദിവസം ഇത് മെയിൻ്റനൻസിന് വേണ്ടി ക്ലോസ്ഡ് ആയിരുന്നു.
അതുകൊണ്ട് തന്നെ പുറകിലുള്ള അക്വേറിയം കോംപ്ലക്സിലാണ് മീനുകളെ സെറ്റ് ചെയ്തിരുന്നത്. ഫ്രഷ് വാട്ടറിൽ വളരുന്ന വെറൈറ്റി അലങ്കാര മത്സ്യങ്ങളും അപൂർവ ഇനം മത്സ്യങ്ങളുമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. 20ഓളം വെറൈറ്റി സ്പീഷീസിലുള്ള മീനുകളെ നമുക്കിവിടെ കാണാം. ഇവിടെ അവസാനം ഒരു കോർണറിൽ മലമ്പുഴ ഡാമിന്റെ ഒരു മോഡല് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ അക്വേറിയത്തിന് ചേർന്ന് തന്നെ മത്സ്യകന്യകയുടെ ഒരു മനോഹരമായ ശില്പവും കൂടാതെ മനോഹരമായ ഒരു ഗാർഡനും സജ്ജീകരിച്ചിരിക്കുന്നത് കാണാം. അക്വേറിയം കണ്ടിറങ്ങുമ്പോഴേക്കും നമുക്ക് ഉച്ചയൂണിനുള്ള സമയമായി. അതിനുവേണ്ടി നമ്മൾ വേറെ എങ്ങോട്ടും പോയില്ല. ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരുപാട് നാടൻ ഹോട്ടലുകളുണ്ട്. ഇവിടുത്തെ ഭക്ഷണത്തിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് മലമ്പുഴ സ്നേക്ക് പാർക്കിലേക്കാണ്. കേരള സർക്കാരിന്റെ വനം വകുപ്പിന് കീഴിലുള്ള പാമ്പ് പുനരധിവാസ കേന്ദ്രമാണിത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവേശന സമയം. 25 രൂപയാണ് എൻട്രി ഫീ. കേരളത്തിലെ വിഷമുള്ളതും വിഷമില്ലാത്തതുമായ മൂർക്കൻ, അണലി, ചേര, മലമ്പാമ്പ്, വെള്ളിക്കെട്ടൻ തുടങ്ങിയ എല്ലാ പാമ്പുകളെയും ഒരു കൂട്ടിൽ തന്നെ കാണുന്ന കൗതുക കാഴ്ച ഇവിടെ കാണാം. നമ്മുടെ നാട്ടിലുള്ള വിഷമുള്ള പാമ്പുകളെയും വിഷമില്ലാത്ത പാമ്പുകളെയും വേർതിരിച്ച് മനസ്സിലാക്കാനും ഇനിയിപ്പോൾ പാമ്പിടിയേറ്റാൽ ചെയ്യേണ്ട പ്രാഥമിക ശുശ്രൂഷകളെ കുറിച്ചും ഒരു അവബോധം ഇവിടെ വിസിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടും. കൂടാതെ 15ലധികം മലമ്പാമ്പുകളെ ഒരുമിച്ച് ഒരു കൂട്ടമായി പാർപ്പിച്ചിരിക്കുന്നതും കാണാം. ഈ ഒരു സ്നേക്ക് പാർക്കിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ റോക്ക് ഗാർഡനിലേക്കാണ് പോകുന്നത്. മലമ്പുഴ ഗാർഡനിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു പ്ലേസ് വരുന്നത്. ഇവിടെ എൻട്രി ഫീ 25 രൂപയാണ്. ഇവിടെ പിന്നെ ക്യാഷ് പേയ്മെന്റ് മാത്രമേ ഉള്ളൂ. ക്യാമറയ്ക്ക് പ്രത്യേക ഫീയും നൽകേണ്ടതാണ്. പൊട്ടിയ വളപ്പൊട്ടുകൾ, ടൈലുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ തുടങ്ങിയ ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കൾ കൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചേക്കുന്നത്. ചണ്ഡീഗഡ് റോക്ക് ഗാർഡന്റെ ശില്പിയായ പത്മശ്രീ നെക് ചന്ദ് സൈനിയാണ് ഈ റോക്ക് ഗാർഡൻ രൂപകൽപ്പന ചെയ്തത്. കേരളത്തിന്റെ തനിമ വിളിച്ചോതുന്ന കഥകളി, തെയ്യം, വള്ളംകളി, കളരിപ്പയറ്റ് തുടങ്ങി മനോഹരമായ ശില്പങ്ങളും ഇവിടെ കാണാം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡനാണ് ഈ മലമ്പുഴ റോക്ക് ഗാർഡൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്പോട്ട് മലമ്പുഴ വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടം കൂടിയാണ്. അങ്ങനെ പാലക്കാടിന്റെ ട്രെൻഡിങ് സ്പോട്ടായ മലമ്പുഴയുടെ 1 ഡേ ട്രിപ്പ് കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.